എല്ലാവർക്കും കൊച്ചിൻകാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് റംബൂട്ടാൻ വെറൈറ്റികൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്ത നമ്മുടെ അപ്പരൻകുട്ടി ചേട്ടൻ്റെ പാലായിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ കൂടെ അപ്പരൻകുട്ടി ചേട്ടനുണ്ട്. ചേട്ടാ എന്തൊക്കെയുണ്ട്? വിശേഷമൊന്നുമില്ല. കയ്യിൽ പുതിയ വെറൈറ്റീസ് ആണോ കയ്യിലിരിക്കുന്നത്? പുതിയതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 17 കൊല്ലമായിട്ട് ബഡ് ചെയ്ത് പിടിപ്പിച്ചതാണ്. അതപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് റാന്നിന്ന് പൂവമ്മല ഫിലിപ്പ് സാറിൻ്റെ അതെ ആണ്. അതെ അല്ലേ? അദ്ദേഹത്തിന് ഒരു 60 വർഷം മുമ്പേ ഇത് അവിടെ നട്ട് ഉണ്ടായതാണല്ലേ? എല്ലാം നല്ല സൈസുള്ള കായകളാണ്. എല്ലാം അങ്ങനത്തെ സീസറാണോ അത്? സീസറല്ല, ഇത് 18 മഞ്ഞ. അതെ, ഇത് ഫിലിപ്പ് സാറിൻ്റെ ഈ ചുമലയുടെ വിത്ത് വീണ് അടുത്ത വീട്ടിലുണ്ടായതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ തന്നെ ഈ മരം അവിടുത്തെ പെരക്കെന്തോ പണി വന്നപ്പോൾ അത് വെട്ടിയും കൂടെ പോയി മഞ്ഞ. അതിന് മുമ്പ് അവർ ഇല്ലില്ല, അവർ ബഡ് ചെയ്യാൻ അന്ന് കമ്പ് നമ്മുടെ സീസർ അല്ല കേട്ടോ. സീസറിന്റെ തന്നെ ഒരു യെല്ലോ അല്ല, സീസർ 10-12 മതി. ഇത് 18 ഇല്ല. സീസർ ഇപ്പൊ നമുക്ക് ഫ്രൂട്ട് ഇല്ല കേട്ടോ. ഫ്രൂട്ട് തീർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ സീസറിന്റെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇതിപ്പോ ഇതിന്റെ പേരെന്താണ്? ഇത് പൂവമ്മല മഞ്ഞ എന്ന് അഞ്ഞി പറയുന്ന, അല്ലാതെ എന്താ പറയുന്നത് പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇത് അതിന്റെ തള്ളയാ, മദറാണ്. ഇതാണ് കേട്ടോ ഇതിന്റെ മദർ പ്ലാന്റ്. ഇതിന്റെ സീഡ് ഫിലിപ്പ് സാറിന്റെ പുരടുത്ത് നിൽക്കുന്നത്. ഇതിന്റെ സീഡ് മുളപ്പിച്ചപ്പോൾ കിട്ടിയതാണ്. ഉണ്ടായതാണ്. അതെ. ഓക്കെ ഓക്കെ. ഇതിപ്പോ ബഡ് ചെയ്തെടുത്തല്ല. അല്ല, ഇത് ബഡ് ചെയ്ത് മുളച്ചത് ഒരു 16-17 വർഷം ഇവിടെ ആയതാണല്ലോ. ഇതാട്ടെ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി. അപ്പുറം ചേട്ടാ, ഇതേതാ വെറൈറ്റി? ഇത് ചുമപ്പും മഞ്ഞയും കൂടിയ കളറിൽ ഉണ്ടാകുന്ന റംബൂട്ടാനാണ്. ഇത് കുറേ കാലം മഞ്ഞച്ച ശേഷം പിന്നെ ചുവപ്പിലേക്ക് നീങ്ങും. രോമം ഒരുപാട് നീളമുള്ളതാണ്. രോമം കുറച്ച് ലെങ്ത് ഉണ്ട്. ആദ്യം യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് പിന്നെ റെഡിലോട്ട് വരും. തൊണ്ടിന് തീരെ കട്ടി കുറവാണ്. ഈ വാവലോ എലിയൊക്കെ വരുവാണെങ്കിൽ ആദ്യം കഴിക്കുന്ന ഇതാണ്. ഏറ്റവും കടിച്ചാൽ മുറിയാൻ നല്ല ജ്യൂസ് ആയിട്ടുള്ളതാണ്. ജ്യൂസി ആയിട്ടുള്ളത് ഇതാണ്. ചില പഴം കുരുവെന്ന് വിടും, ചിലത് വിടിയല്ല. നല്ല മധുരമായിരിക്കും. അതെ അല്ലേ? അപ്പോൾ അപ്പുറം ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഏതായിരിക്കും? ഇത് 3 പേർക്കും ഓരോ അവസ്ഥയിൽ അവരെല്ലാം എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓരോ രീതിയിൽ. ഇപ്പം 100 പേരുണ്ടെങ്കിൽ 30 പേരെ ഓരോ പക്ഷം പിടിക്കും. അതെ അതെ, അതാണ്. എല്ലാത്തിനും ഒരേ ഇത് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കുള്ള സീസറാണല്ലേ നാലാമത്തെ ഉള്ളത്? സീസർ അത് ഇപ്പം എല്ലാവരും പറയുന്നില്ല, എല്ലാ അഭിപ്രായവും പറയുന്നത് ശരിയാണ്. ചിലയിടത്ത് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്, ചിലടത്ത് പേട്ടുകാലത്തെ ഉണ്ടാകും. ആൺമരം ഉള്ളിടത്ത് അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ ഈ റബ്ബർ പോക്കും ഇതെല്ലാം കൊണ്ടും ചെയ്യുമ്പം തേനീച്ചയുടെ പരാഗണത്തിൻ്റെ ആണെന്നും അറിയത്തില്ല. ആൺമരം ഉള്ളിടത്ത് രക്ഷപ്പെടുന്നുമുണ്ട്, എന്നാൽ ചിലപ്പം ചിലത് രക്ഷപ്പെടുന്നുമില്ല. കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് സീസർ? ശരിക്കും സീസർ ഒരിടത്ത് ഒരു 4-ാം വർഷം തോട്ടമായിട്ട് ചെയ്ത് 100 കിലോ ഒക്കെ കായ്ച്ചതുണ്ട്. അല്ല, N80 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറിച്ചു വെച്ചാൽ നമുക്ക് പറിച്ചു വെച്ചാലൊക്കെ ഇരുന്നോളും. അധികം പഴുത്തു പോകാതെയൊക്കെ പറിക്കുക നല്ലത്. 12 എണ്ണത്തിലൊക്കെ 1 കിലോ വരുന്നുണ്ട് തോട്ടം വെച്ച് എടുത്ത്. പക്ഷേ പിറ്റേ കൊല്ലാത്തരൊക്കെ കായ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. അത് നമുക്കതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യാൻ പോണത് ഈ യെല്ലോ കേട്ടോ. നമ്മുടെ അപ്പരൻകുട്ടി ചേട്ടൻ്റെ പൂവൻമല യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല മുഴുപ്പുണ്ട്, നല്ല വലിപ്പമുണ്ട്. അതെ, കട്ട് ചെയ്ത് നോക്കാം. ജ്യൂസി കേട്ടോ, നല്ല ജ്യൂസിയാണ്. തന്നെ അറിയാൻ പറ്റും. നല്ല കായ്ക്ക് നല്ല ഒരുപാട് ഫ്ലഷ് ഉണ്ട്. നല്ല കട്ടിയുള്ള ഫ്ലഷാണ്. N18 പോലെ തന്നെ ഫ്ലഷാണ്. കുരുവിന് നല്ല ഭംഗിയായിട്ട് ഇളകി പോരുന്നുണ്ട്. ഫ്ലഷ് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒറ്റക്കടിയിൽ തന്നെ ഫ്ലഷ് നല്ല ഭംഗിയായിട്ട് ഇളകി പോരുന്നുണ്ട്. നമ്മുടെ E35-ൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് ഫ്രൂട്ട് സൈസും അതുപോലെ തന്നെ സീഡും ഇതൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ആ പ്രശ്നമൊക്കെ ഉണ്ട്. അത് ഫുള്ളായിട്ട് സീഡ് ഫുള്ളായിട്ട് ഒരു ഇതുപോലും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഫ്ലഷ് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല മധുരമുണ്ട്. കാണിച്ച് ഫുള്ളായിട്ടൊന്ന് കാണിച്ച് തിരിച്ചു വെച്ചത് ഫ്ലഷ് തിരിച്ചു വെച്ചു. ഓക്കെ ഓക്കെ, കഴിച്ചോ. നല്ല മധുരമാണ്, നല്ല ജ്യൂസ് ഉണ്ട്. N80 മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലേ? പുളിയുണ്ടോ? ചെറിയൊരു പുളിയുണ്ടോ? അങ്ങനെ പറയാനില്ല. ഇല്ല അല്ലേ, മധുരം തന്നെയാണല്ലേ. E35 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം തോന്നണേ? E35 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ E35-ൻ്റെ അടുത്ത് നിൽക്കുന്ന മധുരമുണ്ട്. ഓക്കെ. പിന്നെ അതിൻ്റെ സൈസ് കൂടുതലാണ്. ഫ്ലഷ് ഉണ്ട്. ഇതൊക്കെ കേട്ടോ നമ്മുടെ അപ്പരൻകുട്ടി ചേട്ടൻ്റെ മദർ പ്ലാന്റുകൾ. ഈ യെല്ലോൻ്റെയും റെഡിൻ്റെയും ഒക്കെ ഫുൾ വല ഇട്ടേക്കും കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഏജുള്ള മരങ്ങളാണ്.
ഓൾമോസ്റ്റ് ഫ്രൂട്ടൊക്കെ തീർന്നു തുടങ്ങി കേട്ടോ. മൊത്തം റംബൂട്ടാൻ്റെ മരങ്ങളാട്ടോ. ബാക്കിലുണ്ടല്ലേ പുറകില്? എല്ലാം പല വെറൈറ്റീസ് ആണോ? ഇനി പുതിയതെങ്കിലും വരാനുണ്ടോ? ഉണ്ടല്ലേ? ആണല്ലേ? എനിക്ക് റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് അടുത്തത് റിവ്യൂ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വെറൈറ്റിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ യെല്ലോവിൻ്റെ മദറാട്ടോ ഇത് വിത്ത് മുളപ്പിച്ചതിൻ്റെ തൈയിൽ നിന്ന് ബഡ് ചെയ്തതാണ് ഈ യെല്ലോ. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തോ. ഇതിന് ഒരു ഉരുണ്ട ഷേപ്പാണ്. തോടിന് കട്ടി കുറവാണ്, താരതമ്യേന വളരെ കുറവാണ്. നല്ല വലിപ്പമുണ്ട്. ശരിയാണ്, ഒരു അലിഞ്ഞലിഞ്ഞ് പോകുന്ന ഒരു ഫീലാണ്. ഫ്ലഷിന് കട്ടി കുറവാണ്. ഇപ്പോൾ ഇച്ചിരി കട്ടി കുറവാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ഇത് കുരുവിന്ന് പൂർണ്ണമായിട്ടും അത് പൂർണ്ണമായിട്ടും വിടുന്നില്ലല്ലേ. നമ്മൾ കടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓക്കെയാണ്. മറ്റേ നമുക്ക് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഫ്ലഷ് കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്നില്ല. എല്ലാം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി തന്നെയല്ലേ? ആണ്. ഇതാട്ടോ മൂന്നാമത്തെ വെറൈറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ചേട്ടാ? ഇത് തൊണ്ടിന് കട്ടി കുറവും നല്ല അലിവുള്ള പഴമാണ്, നല്ല മധുരമുണ്ട്. ആദ്യം കുറേ കാലം മഞ്ഞ നിറം, അത് യെല്ലോ കളറിലാണ് വരുന്നത് അല്ലേ? പിന്നെ റെഡിലേക്ക് ചെറിയ റെഡിലോട്ട് വരും. ഈ മഞ്ഞ കളറിൽ തന്നെ തൊണ്ടിന് തീരെ കട്ടിയില്ല, പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടിയല്ലേ തൊട്ടപ്പോൾ തന്നെ. വാവലൊക്കെ വന്ന ആദ്യം ഈ നല്ല മരത്തിൽ ഉരുണ്ട കായാണ്. മരത്തിൽ പഴുത്താലും ഇത് ഫുൾ റെഡിലേക്ക് മാറുമോ? ഇതും ഒരുമാതിരി ഫ്ലഷ് നല്ലപോലെ കൊലപ്പൊടിപ്പാടുണ്ടാവും. 10-30 വേണമെങ്കിൽ. എല്ലാം നല്ല ജ്യൂസി കേട്ടോ. ഒഴിച്ചിൽ കുറവാണ് ആ മരത്തിന്. ഇതിനും ഫ്ലഷ് കുരുവ് നിളകുന്നുണ്ട്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. അത്യാവശ്യം വീട്ടിലൊക്കെ ഒന്ന് വെക്കാൻ പറ്റിയ എല്ലാവർക്കും കൊള്ളാം. നല്ല റംബൂട്ടാനാണ്. ഇപ്പോൾ ഈ വെറൈറ്റികളുടെ ഒക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലേ? അപ്പം എല്ലാ പ്ലാന്റ്സിൻ്റെയും എല്ലാ വെറൈറ്റിയുടെ ഇല്ലേ? ബഡ് ചെയ്യുന്നില്ല ഇവിടെ? പേര് അനീഷ തന്ന ആളാണ്, അനീഷ സംഘടിപ്പിച്ച് തന്നത് ഇതല്ലേ?